സിനിമ തെറ്റായ ആളിലേക്കാണോ എത്തിപ്പെട്ടതെന്ന് സൂര്യ തന്നെ സ്വയം സംശയിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. നിറഞ്ഞു കവിഞ്ഞ തിയേറ്ററുകൾ അദ്ദേഹത്തിന്റെ എൻട്രികളെ ആഘോഷമാക്കുന്നതിനും അടുത്ത ചിത്രത്തിനായി പ്രേക്ഷകർ വർഷങ്ങളോളം കാത്തിരിക്കുന്നതിനും എത്രയോ മുൻപാണത്. താൻ ഈ ലോകത്തിന് അനുയോജ്യനാണോ എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ പോലും പാടുപെടുകയായിരുന്നു അന്ന് ആ ചെറുപ്പക്കാരൻ. ആദ്യകാല സിനിമകൾ കാര്യമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയി. വിമർശകർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു, പ്രേക്ഷകർ ശ്രദ്ധിക്കാതെ വിട്ടു. ശിവകുമാറിന്റെ മകൻ സ്വന്തമായ ഒരു ഇടം കണ്ടെത്താൻ ശ്രമിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇൻഡസ്ട്രി അത് അത്ര എളുപ്പത്തിൽ വെച്ച് നീട്ടാൻ തയ്യാറല്ലായിരുന്നു. അവിടെയാണ് നന്ദ സംഭവിക്കുന്നത്. സംവിധായകൻ ബാല സൂര്യയെ വെറും ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുക മാത്രമായിരുന്നില്ല ചെയ്തത്. അതുവരെ സിനിമയിലേക്ക് അദ്ദേഹത്തെ പിന്തുടർന്ന എല്ലാത്തരം സന്ദേഹങ്ങളെയും ബാല അഴിച്ചുമാറ്റി. മിനുക്കിയെടുത്ത ആ യുവനടൻ അവിടെ അപ്രത്യക്ഷനായി. പകരം നിശബ്ദതയും വേദനയും രോഷവും ഒരുപോലെ ഉള്ളിലൊതുക്കിയ ഒരു മനുഷ്യൻ അവിടെ ഉയർന്നു വന്നു. അത് വെറും ഒരു വിജയകരമായ പ്രകടനം മാത്രമായിരുന്നില്ല, തനിക്ക് ഇനി ആരായി മാറാൻ കഴിയുമെന്ന സത്യം സൂര്യ തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. പിന്നീടുള്ള വർഷങ്ങൾ ആ വേഗത നിലനിർത്താൻ വേണ്ടിയുള്ളത് മാത്രമായിരുന്നില്ല, അത് ഒരേ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കാൻ വിസമ്മതിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു. കാക്ക കാക്ക തമിഴ് സിനിമയ്ക്ക് നൽകിയത് എക്കാലത്തെയും മികച്ച ഒരു പോലീസ് ഓഫീസറെയാണ്. അൻപു ചെൽവൻ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു അതിമാനുഷികനായിരുന്നില്ല. അയാൾക്ക് പരിമിതികളുണ്ടായിരുന്നു, അച്ചടക്കം ഉണ്ടായിരുന്നു, ഹൃദയം തകർക്കുന്ന അത്രയും മാനുഷികതയുണ്ടായിരുന്നു. പ്രേക്ഷകർ അവിടെ വെറും ആക്ഷൻ മാത്രമല്ല ആഘോഷിച്ചത്, ആ യൂണിഫോമിനുള്ളിലെ മനുഷ്യത്വത്തെ കൂടിയാണ് അവർ നെഞ്ചിലേറ്റി. പിന്നീട് പിതാമകൻ വന്നു. വിക്രമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഏറ്റവും ആഴത്തിൽ അടയാളപ്പെടുത്താൻ എപ്പോഴും വലിയ ശബ്ദമുള്ള കഥാപാത്രങ്ങൾ തന്നെ ഉണ്ടാവണമെന്നില്ലെന്ന് സൂര്യ തെളിയിച്ചു. ഗജനിയിലേക്ക് എത്തിയപ്പോഴേക്കും കഥാപാത്രത്തിന് വേണ്ടിയുള്ള മാറ്റങ്ങൾ അദ്ദേഹത്തിന്റെ സ്വഭാവമായി മാറിക്കഴിഞ്ഞിരുന്നു. രൂപവും ഭാവവും വികാരവും തീവ്രതയും എല്ലാം ഒന്നായി മാറി. വെറുതെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയായിരുന്നില്ല, മറിച്ച് അവരായി ജീവിക്കുകയായിരുന്നു അദ്ദേഹം. സൂര്യയുടെ സിനിമാ യാത്രയെ വാരണമായിരം എന്ന ചിത്രത്തോളം ഭംഗിയായി പ്രതിഫലിപ്പിക്കുന്ന മറ്റൊരു സിനിമയില്ല. അച്ഛനായും മകനായും ഒരേ സമയം വേഷമിടുക എന്നത് വെറും ഒരു സാങ്കേതിക മികവ് മാത്രമായിരുന്നില്ല, അത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വ്യക്തിപരമായ പ്രകടനങ്ങളിൽ ഒന്നായി മാറി. പ്രണയത്തെയും നഷ്ടത്തെയും പരാജയങ്ങളെയും സ്വയം വീണ്ടെടുക്കുന്നതിനെയും കുറിച്ചാണ് ആ സിനിമ സംസാരിച്ചത്. അത്ഭുതം എന്ന് പറയട്ടെ, കടന്നു പോകുന്ന ഓരോ വർഷത്തിലും സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ആ നടന്റെ യഥാർത്ഥ ജീവിതം തന്നെയാണ് ആ സിനിമ പ്രതിഫലിച്ചത്. അതിനുശേഷമാണ് സിംഗം വരുന്നത്. മറ്റൊരു താരമായിരുന്നെങ്കിൽ അവിടെ സുരക്ഷിതനായി ഒതുങ്ങിക്കൂടിയേനെ. ഒരു വമ്പൻ ഹിറ്റ് ഫ്രാഞ്ചൈസി, വമ്പിച്ച വാണിജ്യ വിജയം, കയ്യടികൾ ഉറപ്പു നൽകുന്ന ഫോർമുല. പക്ഷേ സൂര്യ അവിടെയും നിന്നില്ല. അദ്ദേഹം ആ സുരക്ഷിതത്വത്തിൽ നിന്നും വീണ്ടും പുറത്തു കടന്നു. വർഷങ്ങൾക്ക് ശേഷം സുരരൈ പോട്രി എത്തിയപ്പോൾ എന്തിനാണ് ജീവിതത്തിൽ റിസ്കുകൾ എടുക്കേണ്ടതെന്ന് അതെല്ലാവരെയും വീണ്ടും ഓർമ്മിപ്പിച്ചു. നെടുമാറൻ രാജാംഗം ജീവിതത്തെക്കാൾ വലിയൊരു ഹീറോ ആയിരുന്നില്ല, പക്ഷെ അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തവനായിരുന്നു. ക്യാപ്റ്റൻ GR ഗോപിനാഥിന്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ആ ചിത്രം ഒരു എയർലൈൻ പടുത്തുയർത്താൻ ശ്രമിച്ച ഒരു മനുഷ്യന്റെ കഥ മാത്രമല്ല പങ്കുവച്ചത്. സ്വപ്നങ്ങൾ കാണാനുള്ള അവകാശം ചിലർക്ക് മാത്രമുള്ളതല്ലെന്ന വലിയ സന്ദേശമാണ് അത് നൽകിയത്. അത് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു പരിചയം തോന്നിയിരുന്നു. കാരണം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി സൂര്യ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെയായിരുന്നു. പിന്നീട് ജയ് ഭീം എത്തി. അതൊരു കൊമേഴ്ഷ്യൽ തമാശ ആയിരുന്നില്ല, ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതുമായിരുന്നില്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യമുള്ള സിനിമയായിരുന്നു അത്. ആ കോടതി മുറി അസാധ്യമായ ഹീറോയിസം കൊണ്ട് നിറഞ്ഞതായിരുന്നില്ല, മറിച്ച് അസ്വസ്ഥതപ്പെടുത്തുന്ന ചില സത്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. ചന്ദ്രു എന്ന വക്കീലിലൂടെ ഒരു സിനിമയ്ക്ക് അതിന്റെ മാനുഷികത നഷ്ടപ്പെടുത്താതെ തന്നെ എങ്ങനെ നീതിക്കായി ശബ്ദമുയർത്താമെന്ന് സൂര്യ പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചു. ആ സിനിമ ഭാഷകളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സഞ്ചരിച്ചു, കാരണം അതിലെ ചോദ്യങ്ങൾ എല്ലാവരുടേതുമായിരുന്നു. അത് തന്നെയാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കരുത്ത്. വിജയങ്ങളെ ഒരു തടവറയാക്കി മാറ്റാൻ അദ്ദേഹം ഒരിക്കലും അനുവദിച്ചില്ല. അദ്ദേഹത്തിന്റെ കരിയറിലെ ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ടത് അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ പതിപ്പുകളെയാണ്. തുടക്കക്കാരന്റെ പതർച്ചകൾ നേരിട്ട നടൻ,
പിന്നീട് ആത്മവിശ്വാസം കണ്ടെത്തിയ കലാകാരൻ, കൊമേഴ്ഷ്യൽ സ്റ്റാർ, റിസ്ക് എടുക്കാൻ മടിക്കാത്തവൻ, മികച്ച കഥകളെ പിന്തുണയ്ക്കുന്ന നിർമ്മാതാവ്, ഒടുവിൽ അധികം ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാതെ പിന്നീട് വിദ്യാഭ്യാസത്തിലൂടെ 10,000-കണക്കിന് ജീവിതങ്ങൾ നിശബ്ദമായി മാറ്റിമറിക്കുന്ന അഗരം ഫൗണ്ടേഷന് പിന്നിലെ വലിയ മനസ്സ്. മാറി വരുന്ന കാലത്തിനനുസരിച്ച് അതിജീവിക്കുന്ന നടന്മാർ വളരെ കുറവാണ്. ആ കാലത്തിനൊപ്പം വളരുന്നവർ അതിലും കുറവാണ്. സൂര്യ ഇത് രണ്ടും ഒരുപോലെ ചെയ്തു കാണിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ സിനിമയ്ക്ക് താൻ അനുയോജ്യനാണോ എന്ന് ഒരു കാലത്ത് സ്വയം സംശയിച്ച ആ ചെറുപ്പക്കാരൻ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന അഭിനേതാക്കളിൽ ഒരാളായി മാറിയിരിക്കുന്നത്. കാരണം കരിയറുകൾ കെട്ടിപ്പടുക്കുന്നത് വെറും കഴിവുകൊണ്ട് മാത്രമല്ല, അതിന് നിശ്ചയദാർഢ്യം കൂടി വേണം. ആ സത്യത്തെ സൂര്യയുടെ ജീവിതത്തോളം മനോഹരമായി അടയാളപ്പെടുത്തിയ മറ്റൊരു കരിയർ വേറെ ഉണ്ടാകില്ല. ജന്മദിനാശംസകൾ സൂര്യ.